നെക്സ്റ്റ് വൺ ഇസ് ക്രിസ്പർ. കേട്ടിട്ടുണ്ടോ? ഇത് ഡിഫൻസ് അല്ല, ടെക്നോളജീൻ്റെ പോർഷനാണ്. ഇത് ന്യൂസിൽ കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ബയോടെക്നോളജിയാണ്. എന്താ ബയോടെക്നോളജിയിൽ എന്താ സംഭവം? എന്താ ഇതിൻ്റെ കൂടെ നിങ്ങൾ ഇടണം CAS9. +2 ബയോളജി ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉണ്ട്. എന്താണ്? കേട്ടില്ല. റൈസിനല്ല, ഇതൊരു മോളിക്കുലർ സിസറായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന സാധനം. കേട്ടില്ലേ? അപ്പോൾ എന്താ CRISPR-9 എന്ന് വെച്ചാൽ? CRISPR എന്ന് വെച്ചാൽ എന്താ? നിങ്ങൾ ഈ ടേം കേട്ടിട്ടുണ്ടോ? ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ്, HGP. ഇതെന്താ? നമുക്ക് ബേസിക്കലി ഒരു ജെനറ്റിക് കോഡ് ഉണ്ട്, ഒരു DNA കോഡുണ്ട്. ഈ കോഡാണ് നമ്മൾ വാട്ട് കൈൻഡ് ഓഫ് ഹ്യൂമൻ ബീയിങ് ആർ യു ഓർ വാട്ട് കൈൻഡ് ഓഫ് സ്പീഷീസ് ആർ യു ഇതൊക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നത് നമ്മുടെ ജെനറ്റിക് കോഡോണാണ്. എവിടെയാണ് ഈ ജെനറ്റിക് കോഡ് സേവ് ചെയ്തിട്ടുള്ളത്? നമ്മുടെ DNA-യിലാണ്. DNA എവിടെയുള്ളത്? നമ്മുടെ ക്രോമസോമിനകത്താണല്ലേ. ക്രോമസോം എവിടെയുള്ളത്? സെല്ലുകളിലാണ്. നമുക്ക് 23 പേര് ക്രോമസോം ഉണ്ട്. അപ്പോൾ 46 ക്രോമസോമിലായിട്ട് ഇതിങ്ങനെ നീണ്ടു കിടക്കുകയാണ്. അപ്പോൾ നമുക്കറിയില്ല നമ്മുടെ ജീനിൻ്റെ ലെങ്ത് എത്രയാണ്, നമ്മുടെ ജെനറ്റിക് കോഡിൽ എത്ര കോഡുകളുണ്ട്, അതെന്താണെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ അതിൻ്റെ കെമിക്കൽ സ്ട്രക്ചർ മൊത്തമായിട്ടും മനസ്സിലാക്കിയെടുക്കുക, അതിനെ ഡോക്യുമെൻ്റ് ചെയ്യുക. അതാണ് ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റിൻ്റെ ഉദ്ദേശം. 2000 കംപ്ലീറ്റ് ചെയ്ത പ്രൊജക്റ്റാണ്. അപ്പോൾ ഇവർ നമ്മുടെ ഹ്യൂമൻ ജീനോം മൊത്തം അസസ് ചെയ്തപ്പോൾ ഇവർക്കൊരു കാര്യം മനസ്സിലായി. ഇത് ഭയങ്കര ലെങ്തിയാണ്, ഭയങ്കര എക്സ്റ്റെൻസീവ് ആണ്. അത് മാത്രമല്ല ഇതിൻ്റെ 97% പോർഷനും ജങ്കാണ്. ജങ്ക് എന്ന് വെച്ചാൽ അനാവശ്യമായ പോർഷൻ, വെറുതെ കിടക്കുന്ന ഏരിയയാണ്. അതിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് കോഡോൺസ് ഉള്ളത്. അപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇതൊരു എക്സ്റ്റെൻസീവ്ലി ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. കാരണം ഇപ്പം നമ്മൾ എന്തിനായി SGP ചെയ്യുന്നത്? ബേസിക്കലി നമ്മളെ കോഡോൺ അറിഞ്ഞുകൊണ്ടുള്ള ഗുണം എന്താ? നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇന്ന ഡിസീസിന് കാരണമായ ജനറ്റിക് കോഡ് ഏതാണ്, അല്ലെങ്കിൽ ഇന്ന ട്രൈറ്റ്, ബോഡി കളറിൻ്റെ ആവശ്യമായ ട്രൈറ്റ് ഇതാണ്. എന്നിട്ട് അതിനെ പിന്നെ എഡിറ്റിങ്ങോ അല്ലെങ്കിൽ റിമൂവലോ ഒക്കെ ചെയ്തിട്ട് നമ്മളെ ബെറ്റർ ഇൻഡിവിജ്വൽ ആക്കാന്നുള്ള ഉദ്ദേശത്തിലാണ് ചെയ്തത്. അപ്പോൾ ഇത് നോക്കിയപ്പോൾ മനസ്സിലായി ഇതിനകത്ത് ഇത്രയും വലിയൊരു നീണ്ടു കിടക്കുന്ന ചെയിനാണ്. ഇതിനകത്ത് എങ്ങനെ പറയും ഇത്രാമത്തെ ജീൻ എണ്ണി കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം അങ്ങനെ ബുദ്ധിമുട്ട് നിൽക്കുമ്പോഴാണ് അവർ ഈ CRISPR എന്ന് പറയുന്ന സാധനം കണ്ടുപിടിക്കുന്നത്. CRISPR ഈസ് ബേസിക്കലി എ റിപ്പിറ്റേറ്റീവ് പാലിൻഡ്രോമിക് സീക്വൻസ്. പാലിൻഡ്രോം എന്ന് വെച്ചാൽ എന്താ? നമ്മൾ ഇതൊക്കെ എഴുതില്ലേ, മലയാളം തിരിച്ചു വായിച്ചാലും മലയാളം. ഇപ്പം നമ്മൾ ജനറ്റിക് കോഡോൺ നമ്മൾ എങ്ങനെയാണെന്ന് പറയുന്നത്? അഡനിൻ, ഗുവനിൻ, തൈമിൻ, സൈറ്റസിൻ. കേട്ടില്ലേ? ഇതിൻ്റെ ഒരു കമ്പാരിറ്റീവ്ലി പെയറായിട്ടാണ് നമ്മുടെ DNA നമ്മൾ ഫോം ചെയ്തേക്കുന്നത്. ആക്ച്വലി ഈ ലെറ്റേഴ്സൊക്കെ DNA കാണാൻ പറ്റുമോ? ഇല്ല. DNA പ്യൂർലി കെമിക്കലാണ്. അപ്പോൾ ആ കെമിക്കലിൻ്റെ ഒരു ടൈപ്പ് ഓഫ് കെമിക്കലിനെയാണ് നമ്മൾ അഡനിൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് 4 ലെറ്റർ വെച്ചിട്ട് നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ DNA എടുത്ത് പരിശോധിച്ചപ്പോൾ മനസ്സിലായി ഇതിൽ ചില സ്ഥലങ്ങളിൽ ഒരു പെർട്ടിക്കുലർ രീതിയിൽ ഈ കോഡ് കാണുന്നുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ADGCA ഇനി നേരെ തിരിച്ചെഴുതിയ പോലെ, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും വായിച്ചാൽ ഒരേപോലെ വായിക്കാൻ പറ്റുന്ന രീതിയിൽ കോഡുകൾ ചില സ്ഥലങ്ങളിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ഒരു കൃത്യമായ ഇൻ്റർവെല്ലിൽ ഇതേ സാധനം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് നമ്മളെ ജനറ്റിക് കോഡിൽ. അപ്പോൾ ഇതാണ് CRISPR എന്ന് പറയുന്നത്. ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താ? ഇങ്ങനെയുള്ളതുകൊണ്ടുള്ള ഗുണം എന്താ? നമുക്കൊരു റെഫറൻസ് കിട്ടി. അതായത് സിക്കിൾ സെൽ അനീമിയ ഉണ്ടാക്കുന്ന ജീന് ചിലപ്പോൾ ഇവിടെ ആയിരിക്കും. അപ്പോൾ നമുക്ക് പറയാം 1, 2, 3-ാമത്തെ CRISPR-ന്റെ തൊട്ട് കിടക്കുന്ന ജീൻ. അപ്പോൾ അവിടെ പോയി എഡിറ്റ് ചെയ്താൽ മതി. അത് മാത്രമല്ല ആ ജീൻ എഡിറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഇതൊരു ചെയിനിലല്ലേ കിടക്കുന്നത്. ഈ ചെയിൻ ബ്രേക്ക് ചെയ്യണ്ടേ? ചെയിൻ ബ്രേക്ക് ചെയ്തിട്ടല്ലേ അതിനകത്ത് പുതിയൊരു സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയിൻ ബ്രേക്ക് ചെയ്യാം? ഈ ഓരോ CRISPR-ന്റെയും കോഡുകൾ സെയിം ആണെങ്കിലും അതിൻ്റെ കെമിക്കൽ നേച്ചറിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ CRISPR-ന്റെ കെമിക്കൽ നേച്ചർ എന്താണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് അതിനെ ബൈൻഡ് ചെയ്യാനുള്ള ഒരു കെമിക്കലിനെ അതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് ജീനെ കടത്തി വിടുക. അപ്പോൾ നേരെ അത് പോയിട്ട് എന്ത് ചെയ്യും? ഇവിടെ വന്നിട്ട് ഈ CRISPR-ൽ പോയി ബൈൻഡ് ചെയ്യും. അപ്പോൾ ഇവിടെ മാത്രം എഡിറ്റിംഗ് നടക്കും. അപ്പോൾ നമുക്ക് വേണ്ട സ്ഥലത്ത് ഈ ജനറ്റിക് കോഡോണിനെ കട്ട് ചെയ്തിട്ട് വേണ്ട എഡിറ്റിംഗ് കയറ്റാൻ സഹായിക്കുന്ന സാധനമാണ് CRISPR-കൾ. അപ്പോൾ ഒന്ന് എഴുതി വെക്കുക. CRISPR-ന് താഴെ എഴുതാം. ഇത് UPSC എക്സാമിനൊക്കെ ഒരുപാട് വർഷം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ KS ഒരു എക്സാം വരുമ്പോൾ ബയോടെക്നോളജി എന്ന് ചോദ്യം ഉണ്ടാകുമ്പോൾ ആദ്യം ചോദിക്കാൻ സാധ്യതയുള്ളൊരു സാധനം തന്നെയാണ്. അപ്പോൾ അതിനകത്ത് എഴുതുക ബേസിക്കലി CRISPR എന്നുള്ള പേരിൻ്റെ എക്സ്പാൻഷൻ ഉണ്ട്. ക്ലസ്റ്റേർഡ് റെഗുലർലി ഇന്റർസ്പേസ്ഡ്
clustered, regularly interspaced, short palindromic repeats. Short palindromic repeats. Clustered, regularly interspaced, short palindromic repeats. അപ്പോൾ ഇതെന്തിനാ സഹായിക്കുന്നത്? ഇറ്റ് ഹെൽപ്സ് ഇൻ ജീൻ എഡിറ്റിംഗ്. അതിൻ്റെ താഴെ ഇത് എഴുതുക, CAS9. CAS9 is used as a molecular scissor. CAS9 എക്സ്പാൻഷൻ അറിയോ? CRISPR associated protein 9. CRISPR associated protein 9. അതായത് ആ ക്രിസ്പറിൻ്റെ പുറത്തുള്ള പ്രോട്ടീൻ ലെയർ ഏതാണോ അത് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള ഒരു പ്രോട്ടീൻ ലെയർ എടുത്തു, 9ാമത്തെ. അത്രയേ ഉള്ളൂ. CAS9 is a commonly used molecular scissor in gene editing. ഇനി വാട്ട് ആർ ദ ചാലഞ്ചസ് ഓഫ് ജീൻ എഡിറ്റിംഗ്? നമുക്ക് ആവശ്യമില്ല, ജസ്റ്റ് ഞാൻ പറയും. ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ചോദ്യമായിട്ടൊക്കെ ചോദിക്കും. എന്തുകൊണ്ടാണ് ജനറ്റിക് തെറാപ്പിക്ക് ഇപ്പോഴും പല രാജ്യങ്ങളൊന്നും പെർമിഷൻ കൊടുക്കാത്തത്? വൈ ദർ ഇസ് സ്റ്റിൽ എ ലീഗൽ ബാൻ ഇൻ സർട്ടൻ കൺട്രീസ്? ഒന്ന്, റിലീജിയസ് കൺട്രീസ് ഒന്നും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, കാരണം അവർ ആൻറ്റി റിലീജിയസ് സാധനമായിട്ടാണ് കാണുന്നത്. ഒരു കാരണം അതാണ്. രണ്ടാമത് എന്താ, സയന്റിഫിക്കലി തന്നെ ഇതിൻ്റെ പിന്നിലൊരു ത്രെട്ട് ഉണ്ട്. കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ സിക്കിൾ സെൽ അനീമിയ ഉണ്ടാക്കുന്ന ഒരു ജീനാണെന്നൊരു സാധനത്തിന് ഐഡന്റിഫൈ ചെയ്ത് അതിനെ എഡിറ്റ് ചെയ്യാണ്. പക്ഷെ അത് സിക്കിൾ സെൽ അനീമിയക്ക് മാത്രമുള്ള ജീനാണോ എന്ന് നമുക്ക് അറിയില്ല. മേ ബി ഇറ്റ് ഹാസ് സം അതർ 100 റോൾസ് ടു ഡു. നമുക്കറിയില്ല. നമുക്ക് ഇതുവരെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തത് തന്നെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ജനറ്റിക് കോഡോണുകളാണ്. അപ്പോൾ അതിനകത്താണ് നമ്മൾ എഡിറ്റിംഗ് ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പം സിംഗിൾ ചേഞ്ച് മേ കോസ് എ ഹ്യൂജ് ഡിഫറൻസ്. ചിലപ്പോൾ അത് വേറെ സ്പീഷീസിൻ്റെ പ്രോപ്പർട്ടി കാണിക്കാൻ തുടങ്ങും, ചിലപ്പോൾ അയാൾ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാണ്ടാവും, ചിലപ്പോൾ അയാളുടെ വേറെ എന്തെങ്കിലും ട്രേറ്റ് മാറിപ്പോകും. അപ്പം പിന്നെ ചിലപ്പോൾ ഭയങ്കരമായ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് വരും. അപ്പം ഇങ്ങനെ മറ്റ് ട്രീറ്റുകൾ, മറ്റ് ചാലഞ്ചസ് എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ് ഈ പ്രശ്നമുള്ളത്. അപ്പം ഒന്ന് നോക്കി വെച്ചാൽ നിങ്ങൾ ഇതിൻ്റെ മെയിൻ പേപ്പറിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ, പേപ്പർ 1 പേപ്പർ 2 എക്സാം ഇത് ഒബ്ജക്റ്റീവ് കഴിഞ്ഞ് മെയിൻസ് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ ആവശ്യം വരും. അപ്പോൾ ബയോടെക്നോളജി നോക്കുമ്പോൾ ഞാൻ പറയാം. നെക്സ്റ്റ് വൺ എഴുതാം, പ്രോട്ടോൺ തെറാപ്പി. പ്രോട്ടോൺ തെറാപ്പി എനിക്ക് തോന്നുന്നൊരു ഡിസംബറിന് ശേഷം ഒരു 2-3 പ്രാവശ്യം ന്യൂസിൽ വന്നിട്ടുണ്ട്. എന്താ, ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്താ പ്രോട്ടോൺ തെറാപ്പി? പ്രോട്ടോൺ എന്ന് വെച്ചാൽ ബേസിക്കലി എന്താ? പ്രോട്ടോൺസ് ആർ പോസിറ്റീവ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് സീൻ ഇൻ ന്യൂക്ലിയസ് ഓഫ് ആറ്റം. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിനകത്താണ് കാണുന്നത്. നമ്മൾ ആറ്റത്തിൻ്റെ സ്ട്രക്ചർ എടുത്താലും ന്യൂക്ലിയസ് ഉണ്ട്, അതിന് ചുറ്റും ഇലക്ട്രോൺസ് പല ഷെല്ലുകളിലായിട്ട് കറങ്ങുന്നുണ്ട്. ഈ ന്യൂക്ലിയസിനകത്ത് ന്യൂട്രോണും ഉണ്ട്, പ്രോട്ടോണും ഉണ്ട്. ഡ്യൂട്രോൺ ഉണ്ടെന്ന് പറയുന്നു, അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ന്യൂട്രോണും പ്രോട്ടോണും ഉണ്ട്. ഇനി ഈ പ്രോട്ടോൺ എന്ന് വെച്ചാൽ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ്. സാധാരണഗതിയിൽ നമ്മൾ ഈ ഇലക്ട്രോൺ ആണ് മിക്കവാറും കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുന്നത്. പ്രോട്ടോൺ നമ്മൾ അധികം കാര്യങ്ങൾക്ക് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, വി റീസെൻ്റ്ലി ഐഡൻറ്റിഫൈഡ് ദാറ്റ് ഹൈലി ചാർജ്ഡ് ബീം ഓഫ് പ്രോട്ടോൺസ് അറ്റ് ഹൈ ടെമ്പറേച്ചർ ഹാവ് ആൻറ്റി ക്യാൻസർ പ്രോപ്പർട്ടീസ്. അതായത് ഇതിന് ക്യാൻസർ സെല്ലുകളെ ഡിസ്ട്രക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. ഇപ്പോൾ നിലവിൽ നമ്മൾ കീമോതെറാപ്പി, റേഡിയേഷനൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ബേസിക്കലി ക്യാൻസർ എന്ന് വെച്ചാൽ എന്താ? അൺവാണ്ടഡ് ഗ്രോത്ത് ഓഫ് ടിഷ്യൂ ആണ്. അതായത് നമ്മൾ സാധാരണ 2 രീതിയിൽ പറയും, ബെനൈൻ ക്യാൻസറും ഉണ്ട്, മാലിഗ്നൻറ്റും ഉണ്ട്. ട്യൂമറുകൾ എന്താണ് ഈ ബെനൈൻ എന്ന് വെച്ചാൽ? ബെനൈൻ സാറ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. ചിലപ്പോൾ നമ്മുടെ കയ്യിൽ കാണുന്ന ചെറിയ സ്കിന്നിൻ്റെ തടിപ്പോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഗ്രോത്തുകളൊക്കെ ബെനൈൻ ആയിരിക്കും. കാരണം ഇതൊന്നും ഡേഞ്ചറസ് അല്ല. ഇത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മുടെ ബോഡിയിൽ ചിലപ്പോൾ കൈയിൻ്റെ മുട്ടിൻ്റെ അടുത്ത് കുറച്ച് സ്കിൻ അധികം ഉണ്ടാവും. ഇതൊക്കെ ബെനൈൻ ട്യൂമറാണ്. അവിടെയും സെൽ ഗ്രോത്ത് കൂടുതലാണ്. ബട്ട് വെൻ ഇറ്റ് ബിക്കംസ് മാലിഗ്നൻറ്റ്, ഇറ്റ് ഈസ് എ ലൈഫ് ത്രെട്ട്. അതായത് ബോഡീൻ്റെ മൊത്തം ന്യൂട്രിയൻസിനെ അത് യൂസ് ചെയ്ത് കളയും. ആ സെല്ല് അതിൻ്റെ ഫംഗ്ഷൻ പെർഫോം ചെയ്യില്ല, എന്നാൽ അൺവാണ്ടഡ് ആയിട്ട് ഗ്രോ ചെയ്യുകയും ചെയ്യാം. അതാണ് ക്യാൻസറസ് ആവുന്നത്. അപ്പോൾ നമുക്ക് അതിന് സൊല്യൂഷനായിട്ട് ചെയ്യാൻ പറ്റുന്ന എന്താണ്?
ഈ ഡിവൈഡ് ചെയ്യുന്ന സെല്ലുകളെ കില്ല് ചെയ്ത് കളയുക. അപ്പോൾ അതാണ് നമ്മൾ സാറിന് കീമോതെറാപ്പി ചെയ്യുമ്പോൾ മെഡിസിൻ കൊടുത്തിട്ട് ആ ഏരിയനെ ടാർഗറ്റ് ചെയ്തിട്ട് റേഡിയേഷൻ കൊടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇതില്ല. അപ്പോൾ അതിന് ഒരുപാട് ഇൽ എഫക്ട്സ് ഉണ്ട്. എന്താ, ആ കെമിക്കൽ ബോഡിയിൽ മറ്റ് പല സൈഡ് എഫക്ട്സ് ഉണ്ടാക്കും. മുടി പോകുന്നതും നമ്മളെ കിഡ്നീനെ എഫക്റ്റ് ചെയ്യും, അങ്ങനെ പല എഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ ഈ നെഗറ്റീവ് സൈഡ് എഫക്ട്സ് കുറച്ചുകൊണ്ട് റേഡിയേഷൻ തെറാപ്പി ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനമാണ് പ്രോട്ടോൺ തെറാപ്പി. കമ്പയർഡ് ടു അതർ മെത്തേഡ്സ്, ലെസർ ഇൽ ഇഫക്ട്സ്, ഒരു ഹൈ ടെമ്പറേച്ചറിലുള്ള ബീമിനെ പ്രൊവൈഡ് ചെയ്യാം. ദിസ് ഇസ് ഓൾസോ എ ബീം ബേസ്ഡ് തെറാപ്പി. എന്താ ബീം ബേസ്ഡ് തെറാപ്പി? അതായത് അകത്ത് മരുന്ന് കഴിച്ചിട്ടല്ല, എക്സ്റേ ഒക്കെ പോലെ ബീം അടുപ്പിച്ചിട്ടാണ്, ഡിഫ്ലക്ഷൻ ചെയ്തിട്ടാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ പ്രോട്ടോൺ തെറാപ്പിന് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. high temperature proton beams, high temperature proton beams have anti-cancer property, they can be applied either through skin, or via radiation beam, ഇത്രയായാൽ നമ്മൾ ഏകദേശം സയൻസ് ആൻഡ് ടെക്കിൻ്റെ ഡിഫൻസ് റീജിയനും പിന്നെ ബയോടെക്നോളജിൻ്റെ കുറച്ചും കറണ്ട് അഫയേഴ്സായി. ഇനി അടുത്തൊരു വലിയ ഏരിയ ആണ് സ്പേസ്. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇന്ത്യൻ സ്പേസ് ഡെവലപ്മെൻറ്റ് എന്താ, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ബീയിങ് എ സ്പേസ് പവേർഡ് കൺട്രി? ഇന്ത്യ നമുക്കറിയാം ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ്. പക്ഷേ ഇൻ ടേംസ് ഓഫ് ഡെവലപ്മെൻറ്റ് ബൈ ISRO or gains by ISRO, we stand one among the top 5-6 nations. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും ടാർഗറ്റ് ചെയ്യുന്നത് സ്പേസ് മിഷൻസ് കൊണ്ടാകുന്ന അഡ്വാൻറ്റേജ് എന്താണ് കൺട്രിക്ക്? ഒന്ന്, അതൊരു ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ആണ്. അതായത് നാളെ നിങ്ങളുടെ കൺട്രിയുടെ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എടുക്കുമ്പോൾ ഇതൊരു സിഗ്നിഫിക്കൻറ്റ് സാധനമാണ്. വേറെ എന്തെങ്കിലും ഉണ്ടാവും? ഫൈനാൻഷ്യലി നമുക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാവും? When compared to other space agencies, India is very economical in terms of launches. നമ്മുടെ ചിലവ് ഭയങ്കര കുറച്ചിട്ടാണ് ലോഞ്ച് ചെയ്യുന്നത്. അപ്പം അതർ കൺട്രീസിന് അവരുടെ സാറ്റലൈറ്റ്സ് വിടാൻ വേണ്ടി ഒരു ഡിപ്പെൻഡൻസി നമ്മളോടുണ്ട്. അപ്പോൾ നമുക്ക് അതുവഴി നല്ല ഏർണിംഗ് ഉണ്ടാക്കാം. അത് മാത്രമാണോ, വേറെ എന്തെങ്കിലും റവന്യൂ ഉണ്ടോ? അതായത് നമുക്ക് ഇൻഡിജീനിയസ് ടെക്നോളജി ഉണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് സാറ്റലൈറ്റ് ടെക്നോളജി ഒന്നും വാങ്ങിക്കേണ്ട, നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്യാം. നമുക്ക് അങ്ങനെയും ഇതിനെ കോസ്റ്റ് എഫക്റ്റീവ് ആക്കാം. അതേപോലെ നമ്മൾ ചെയ്യുന്ന ഡെവലപ്മെൻറ്റ്, അതായത് നമ്മൾ ഇൻഡിജീനിയസ്ലി ഡെവലപ്പ് ചെയ്യുന്ന ടെക്നോളജിനെ നമുക്ക് സെല്ല് ചെയ്യുകയും ചെയ്യാം മറ്റൊരു കൺട്രിക്ക്. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? അതായത് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് റെന്റ് കൊടുക്കാം. എങ്ങനെ? വി ആർ റെന്റിങ് ഔട്ട് ട്രാൻസ്പോണ്ടേഴ്സ്. കേട്ടിട്ടുണ്ടോ? എന്താ ട്രാൻസ്പോണ്ടർ എന്ന് വെച്ചാൽ? സാറ്റലൈറ്റിൻ്റെ പ്രധാന പരിപാടികൾ എന്തൊക്കെയാണ്? ഒന്ന് വെതർ ഉണ്ട്, റിമോട്ട് സെൻസിങ് ഉണ്ട്, സ്പൈയിങ് ഉണ്ടാവും. അതിൽ ഒന്നാണ് കമ്മ്യൂണിക്കേഷൻ. അതായത് നിങ്ങളെ ഡയറക്റ്റ് ഹോം DTHും അല്ലെങ്കിൽ കേബിൾ TV സാധനമൊക്കെ വരുന്നത് ഏത് വഴിയാണ്? സാറ്റലൈറ്റ് വഴിയാണ്. സോ ഈ സാറ്റലൈറ്റ് ഓപ്പറേറ്റർമാർക്ക് നമ്മുടെ സാറ്റലൈറ്റിൻ്റെ ട്രാൻസ്പോണ്ടർ നമ്മൾ റെൻ്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. ഈ ട്രാൻസ്പോണ്ടറാണ് അവർ യൂസ് ചെയ്യുന്നത്. അതിന് അവർ നമുക്ക് ചാർജ് തരുന്നുണ്ട്. നമ്മൾ ഇന്ത്യക്കകത്തും പുറത്തുള്ള ഒരുപാട് ഏജൻസിയൊക്കെ നമ്മൾ റെൻ്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള റവന്യൂ ആണ്. ഇപ്പോൾ ISROൻ്റെ പ്ലാനുകൾ നമ്മൾ പഠിക്കുന്ന സമയത്ത്, സ്പേസ് പഠിക്കുമ്പോൾ നോക്കാനുള്ള കാര്യങ്ങൾ, ഒന്ന് പ്രോജക്ട്സ്, ഏതിൻ്റെ? ISROൻ്റെ ആവാം, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജീൻ്റെ ആവാം. ഏതൊക്കെയാണ് റീസെൻ്റ്ലി വന്ന പ്രൊജക്റ്റുകൾ, അല്ലെങ്കിൽ ബഡ്ജറ്റിനകത്ത് എന്തെങ്കിലും സ്പെഷ്യൽ പ്രൊവിഷൻ ഉണ്ടെങ്കിൽ അത്, ഈ സാധനമാണ് പ്രൊജക്റ്റിൽ വരുന്നത്. പിന്നെ റീസെൻറ്റ് ലോഞ്ചസ് ആൻഡ് സാറ്റലൈറ്റ്സ്. റീസെൻ്റ് ആയിട്ട് കഴിഞ്ഞ ഒരു 6-7 മാസത്തിനകത്ത് നമ്മൾ നടത്തിയ പ്രധാനപ്പെട്ട ലോഞ്ചുകൾ, അതിൽ കൂടെ അറ്റൈൻ ചെയ്ത് എന്താണ്, ഫെയിലിയർ ആണോ സക്സസ് ആണോ, സക്സസ്ഫുൾ ആണെങ്കിൽ എത്രത്തോളം സക്സസ്ഫുൾ ആണ്, ഇതൊക്കെയാണ് റീസെൻറ്റ് ലോഞ്ചസ് വരുന്നത്. പിന്നെ ഇതിനകത്ത് ഇമ്പോർട്ടൻറ്റ് ഏജൻസീസ് ആൻഡ് ലൊക്കേഷൻസ്, അതായത് മറ്റ് സ്പേസ് ഏജൻസികൾ, ഇന്ത്യയുടെ ഏജൻസിൻ്റെ സബ്സിഡറി സ്ഥാപനങ്ങൾ എവിടെയൊക്കെയാണ്, ഇന്ത്യയിൽ പ്രധാനമായിട്ട് ഈ റിസർച്ച് നടത്തുന്നത് എവിടെയൊക്കെയാണ്, എന്താണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള ഔട്ട്ലൈൻ. ഇത്രയും അറിഞ്ഞാൽ ഏകദേശം സ്പേസ് ആയി. നമുക്ക് ആദ്യം കുറച്ച് ഈ കറണ്ട് അഫയേഴ്സുള്ള കുറച്ച് സാധനങ്ങൾ നോക്കാനുണ്ട്. അതിനകത്ത് ഫസ്റ്റ് വൺ ഈസ്
പ്രോജക്റ്റ് നേത്ര ISRO പ്ലാനാണ്. ഹാവ് യു ഹേർഡ് ഓഫ് പ്രോജക്റ്റ് നേത്ര? കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? പേരെന്ന് എന്താ തോന്നുന്നത്? നേത്ര മീൻസ് വ്യൂ, വിഷനാണ്. അപ്പം കാഴ്ച വഴി നമുക്ക് എന്തോ ഒരു അഡ്വാൻറ്റേജ് കിട്ടാനുള്ള പരിപാടിയാണ്. പ്രോജക്റ്റ് നേത്ര എന്ന് പറയുന്നത് ISRO ലോഞ്ച് ചെയ്തതാണ്. ഇന്ത്യയിലെ ഒരു നെറ്റ്വർക്ക് ഓഫ് ടെലിസ്കോപ്പ്, അതായത് നെറ്റ്വർക്ക് ഓഫ് ഒബ്സർവേഷണൽ ടൂൾസിൻ്റെ ഒരു നെറ്റ്വർക്കാണ്. അതായത് റഡാറുകളുടെ, ടെലിസ്കോപ്പുകളുടെ, ഒരുപാട് സ്പേസ് സ്റ്റേഷനുള്ള ഫീഡ്, ഇതിൻ്റെ ഒക്കെ കൂടെ ഒരു നെറ്റ്വർക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. എന്തിന്? പേർപ്പസ് എന്താ? വാട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് ക്രിയേറ്റിംഗ് സച്ച് എ ഹ്യൂജ് നെറ്റ്വർക്ക് ഓഫ് ഒബ്സർവേഷണൽ ടൂൾസ്? ഇറ്റ് ഈസ് ടു എൻഷുർ ദ സേഫ്റ്റി ഓഫ് അവർ സാറ്റലൈറ്റ്സ്. ഇപ്പോൾ നമ്മൾ സാറ്റലൈറ്റ് അവിടെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് സേഫ് ആണോ ജീവിതകാലം മുഴുവൻ? ആണോ? സാറ്റലൈറ്റ്സിന് എന്തെങ്കിലും ത്രെട്ട് ഉണ്ടോ? ഈ വാക്ക് കേട്ടിട്ടുണ്ടോ? ഡെബ്രിസ്. എന്താ? ഡിബ്രീസ് എന്നാണ് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ. എന്താ ഡിബ്രീസ് എന്ന് വെച്ചാൽ? നമ്മൾ സ്പേസിലേക്ക് നടന്ന മിഷൻസ് കൊണ്ട് ഒരുപാട് വേസ്റ്റ് അറ്റ്മോസ്ഫിയറിലേക്ക് എത്തുന്നുണ്ട്. അറ്റ്മോസ്ഫിയർ അല്ല, ഔട്ടർ ലെയറിലേക്ക് എത്തുന്നുണ്ട്. ഈ വേസ്റ്റ് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഏർത്തിനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ആ ഒരു ബെൽറ്റിൽ. വേസ്റ്റ് എന്ന് പറയുമ്പോൾ പലതരം വേസ്റ്റ് ഉണ്ട്. അതായത് ലോഞ്ച് വെഹിക്കിളിൻ്റെ വേസ്റ്റ് ഉണ്ടാവാം, അല്ലെങ്കിൽ അൺയൂസ്ഡ് ആയ സാറ്റലൈറ്റ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ കൊളൈഡ് ചെയ്ത മെറ്റീരിയൽസ് ഉണ്ടാവും. ഇനി ഇതൊന്നും അല്ലെങ്കിൽ മെറ്റീറോയിഡ്സും ഇങ്ങനത്തെ ഉൽക്കകളൊക്കെ വന്നതിൻ്റെ റോക്ക് പാർട്ടിക്കിൾസ് ഉണ്ടാവും, ഡസ്റ്റ് ഉണ്ടാവും. ഇതൊക്കെ ഏർത്തിനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്ഥലത്താണ് നമ്മുടെ സാറ്റലൈറ്റും കിടക്കുന്നത്. അപ്പോൾ ദർ ആർ പോസിബിലിറ്റീസ് ഓഫ് ഹിറ്റിംഗ്. മറ്റൊരു കൺട്രിയുടെ സാറ്റലൈറ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു കൊളാപ്സ് ഉണ്ടാവാനോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഡബ്രിസ് വന്ന് ഇടിക്കാനോ, അല്ലെങ്കിൽ എർത്ത് ഏതെങ്കിലും ഒരു സമയത്ത് വരുന്ന കൊമറ്റ് വന്ന് ഹിറ്റ് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന പോസിബിൾ ചാലഞ്ചസിനെ ഓവർകം ചെയ്യാൻ, അല്ലെങ്കിൽ അത് നേരത്തെ പ്രഡിക്റ്റ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് പ്രോജക്റ്റ് നേത്ര ഇനീഷ്യേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ നോക്കുന്നത്, ഇപ്പം നമ്മളൊരു എങ്ങനെയെങ്കിലും മുന്നോട്ട് എന്ന് വെച്ച് നിൽക്കുകയാണോ? ഇപ്പം നമ്മളെങ്ങനെയാണ് സേഫ്റ്റി എൻഷുർ ചെയ്യുന്നത് പ്രസൻ്റ്ലി? ഇപ്പോൾ നമ്മൾ നോർത്ത് അമേരിക്കൻ സ്പേസ് ഏജൻസിനെയാണ് യൂസ് ചെയ്യുന്നത്. പറയാം, നോട്ട് എഴുതും പറയാം. അവരാണ് നമുക്ക് ഇപ്പോൾ വേണ്ട ഇൻപുട്സ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതും ഇൻഡിജീനസ് ആക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. ഇനിയിപ്പോൾ ഇത് മാത്രമാണോ? ഡെബ്രിസ് ഉള്ള മാത്രമായിരിക്കും നമ്മളെ ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ്. ഇപ്പം സ്പേസ് വാർ എന്ന് പറയുന്നൊരു സാധനം നമുക്കുണ്ടോ? നിങ്ങൾ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും സ്പേസ് വാർ, അതായത് സ്പേസ് എക്സ് എന്നൊക്കെ പറയും. ഈ എന്താ സ്പേസ് എക്സ് എന്ന് പറഞ്ഞാൽ? ബേസിക്കലി ഇപ്പോൾ വാറ് ഭൂമിക്കുള്ളിലാണ്, കുറച്ച് കഴിഞ്ഞാൽ ഈ വാറ് പുറത്തേക്കും വരും. അതായത് മറ്റ് കൺട്രിയുടെ സാറ്റലൈറ്റ് നശിപ്പിക്കുക. ഇപ്പോൾ അറ്റ് ദ ടൈം ഓഫ് വാർ, ഇപ്പോൾ നമ്മളെ കൺട്രീൻ്റെ സാറ്റലൈറ്റ്സിന് മൊത്തം വാറ് കൺട്രി നശിപ്പിച്ചാലോ നമ്മൾ ഓൾമോസ്റ്റ് ബ്ലൈൻഡ് ആവും. നമുക്ക് മിലിറ്ററി സാറ്റലൈറ്റ്സ് ഉണ്ടാവാണ്ടാവും, സ്പൈയിങ് പറ്റാണ്ടാവും, പ്രോപ്പറായിട്ട് വെതർ ഫോർകാസ്റ്റ് ചെയ്യാൻ പോലും പറ്റാണ്ടാവും. അപ്പം പ്രോബബ്ലി ആഫ്റ്റർ 5 or 10 years there will be an international level threat in space also. സോ അപ്പോൾ നമുക്ക് ഇമ്മ്യൂണിറ്റി കിട്ടാന്നുള്ള ഉദ്ദേശം കൂടി ഇതിനുണ്ട്. അപ്പോൾ ഒന്ന് എഴുതി വെക്കാം, പ്രോജക്റ്റ് നേത്ര. പ്രോജക്റ്റ് നേത്ര, also known as Eye in the Sky. Eye in the Sky. It is an early warning system in sky. Early warning system in sky. To detect debris. To detect debris and other hazards. To detect debris and other hazards. Other hazards to Indian satellites. To Indian satellites. Network of observational tools. Network of observational tools connected to a data processing unit. Connected to a data processing unit. Managed by a control center. Managed by a control center. ഒന്നുമില്ല, ഈ സാധനങ്ങളെല്ലാം ഫീഡെല്ലാം ഒരു ഡാറ്റ പ്രോസസ്സിംഗ് യൂണിറ്റിലേക്ക് കൊടുക്കും. അതിനൊരു കൺട്രോൾ യൂണിറ്റ് കൺട്രോൾ ചെയ്യും. ഇപ്പം നമ്മൾ നിലവിൽ ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? അതുകൂടി എഴുതിക്കോ. നോർത്ത് അമേരിക്കൻ എയറോസ്പേസ്, നോർത്ത് അമേരിക്കൻ എയറോസ്പേസ്
Defense Command, North American Aerospace Defense Command. Presently helps us in surveillance. Helps us in surveillance. Next one is IND SpaceX. നേരത്തെ സ്പേസ് എക്സ് അതുകൊണ്ടാണ് എഴുതിയത്. ഇൻഡ് സ്പേസ് എക്സ് ഇത് വരുന്ന 2020 ജൂലൈയിൽ നമ്മൾ കണ്ടക്ട് ചെയ്യാൻ പോകുന്ന ഒരു പരിപാടിയാണ്. ഇതെന്താ? ദിസ് ഇസ് ഇന്ത്യാസ് ഫസ്റ്റ് എന്താ പറയുക സ്പേസ് വാർ സിമുലേഷൻ. അത് നമ്മൾ ഈ മിലിറ്ററി എക്സസൈസുകൾ നടത്താറുണ്ട്. നിങ്ങൾ കേട്ടില്ല, ഡിഫൻസിൽ ഇന്ത്യ, ചൈന, ഇന്ത്യ, റഷ്യ. അതുപോലെ ഇന്ത്യയും എ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്ലി അലൈസും കൂടി നടത്തുന്ന സ്പേസ് ത്രെറ്റ് സിമുലേഷൻ. അതായത് സ്പേസ് വാർ ഉണ്ടാവുകയാണെങ്കിൽ അതെങ്ങനെയായിരിക്കും, അതിനകത്ത് എന്തൊക്കെയാണ് നമ്മുടെ റിക്വയർമെൻറ്റ്സ്, നമുക്കിനി അതിനകത്ത് എന്തൊക്കെ വേണം, പ്രീ റിക്വസൈറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ, ഈസ് ദർ എനിത്തിങ് ദാറ്റ് വി ഹാവ് ടു മീറ്റ് ബിഫോർ ഗെറ്റിംഗ് ഇൻ ടു എ റിയൽ സ്പേസ് വാർ. ഇതൊക്കെ അസസ് ചെയ്യാൻ വേണ്ടി ജൂലൈയിലേക്ക് പ്ലാൻ ചെയ്തിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കാം. എന്താ പറയുക, ഫ്രണ്ട്ലി ഏജൻസീസ് ആൻഡ് ഇന്ത്യ വിൽ ടേക്ക് പാർട്ട് ഇൻ friendly agencies and India will take part in first ever space war simulation to assess the requirements in counter space measures എന്ന് വെച്ചാൽ സ്പേസ് വഴി ഉണ്ടാകുന്ന ഒരു അറ്റാക്കിന് നമ്മൾ തിരിച്ചെന്ത് ചെയ്യണം എന്നുള്ള റിക്വയർമെന്റ്സ്. കേട്ടില്ല. ഹൈഡ്രജൻ ബലൂൺ ഒന്നും പക്ഷെ ആ അറ്റ്മോസ്ഫിയറിൽ എത്താൻ പറ്റില്ല, അതിന് മുന്നേ പൊട്ടിപ്പോവും. ഒന്നാമത്തെ കാര്യം, നമ്മൾ യൂസ് ചെയ്യുന്ന ബലൂണിലുള്ള ഹൈഡ്രജൻ പ്യുവർ ഹൈഡ്രജൻ അല്ല. നിങ്ങൾ വീട്ടിനകത്ത് കുറച്ച് ദിവസം വെച്ച് നോക്ക്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് താഴ്ന്നു പോകും. എന്തുകൊണ്ടാണ്? ആ ബലൂൺ ഒരു പെർഫെക്റ്റ് ഐസൊലേറ്റർ അല്ല. ബലൂണിനകത്ത് ആക്ച്വലി ഒരുപാട് പോറുകളുണ്ട്. അതുകൊണ്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് എയറുമായിട്ട് ഡിഫ്യൂസ് ചെയ്തിട്ട് സാധാരണ എയറായി പോകും. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന സാധാരണ ഹൈഡ്രജൻ ബലൂൺ ആ ഹൈറ്റിൽ ഒരിക്കലും എത്താൻ പറ്റില്ല. ഇനി വലിയൊരു ഹൈഡ്രജൻ ബലൂൺ ആയാലും എത്താൻ സാധ്യത കുറവാണ്. കാരണം അറ്റ്മോസ്ഫിയറിൽ പല ടെമ്പറേച്ചർ ലെയർ ഉണ്ട്. മുകളിലേക്ക് വരുമ്പോൾ ഒരു ഹയർ ടെമ്പറേച്ചർ ലെയറിലേക്ക് എത്തുമ്പോൾ അത് ബ്ലാസ്റ്റ് ചെയ്തു പോകും. അപ്പോൾ നമ്മൾ ലോഞ്ച് ചെയ്ത് വിടേണ്ടി വരില്ല. അല്ലാതെ ഒരു സാധാരണ ഗതിയിൽ ഒരു സാധനം പൊങ്ങി ലോകത്തിന് റൊട്ടേറ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല, അത്രയും ഹൈറ്റിൽ എത്തില്ല. എഴുതിയോ? നെക്സ്റ്റ് വൺ എഴുതിയാ ഇന്ത്യ. നിങ്ങൾക്ക് ഇന്റർവെല് വേണമായിരുന്നു, ഞാൻ ചോദിക്കാൻ മറന്നുപോയി. എനിക്കിപ്പോഴാണ് ഓർമ്മ വന്നത്. 12 എൻ്റെ വരെ 1 മണി വരെ ക്ലാസ് ഉണ്ട്. അപ്പോൾ ഞാൻ 12:30 ഇന്റർവെല് വേണോ? എപ്പോഴാണ് സമയം ഇങ്ങനെ ഇന്റർവെൽ തരാറ് സാറിന്? 11:30 ആണോ? 5 മിനിറ്റ് വേണോ? കണ്ടിന്യൂ ചെയ്യട്ടെ? ഞാൻ 12:30 കൃത്യം സ്റ്റോപ്പ് ചെയ്യാം. അതുപോലെ ആർക്കെങ്കിലും പോകണമെങ്കിൽ പോയിട്ട് വന്നോ? വേണോ? ഇന്റർവെൽ വേണോ? അപ്പം നെക്സ്റ്റ് വൺ ഇസ് ഇന്ത്യാസ് സ്പേസ് സ്റ്റേഷൻ.